നമ്മൾ ഇനി കൊല്ലത്തേക്ക് കടക്കുന്നു. 74.36 വരെ പോളിംഗ് ശതമാനം 2019 പോയ സ്ഥലമാണ്. ഇത്തവണ 62.93% എന്ന രീതിയിൽ നിൽക്കുമ്പോൾ വിനീഷ്, ശക്തമായ ത്രികോണ മത്സരം നടന്ന, ഏറെ പ്രതീക്ഷകൾ മൂന്ന് മുന്നണികളും പ്രചാരണത്തിൽ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം തന്നെ. പക്ഷേ ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിൽ തുല്യമായ രീതിയിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഇനിയും പലയിടങ്ങളിലും ഇപ്പോഴും നീണ്ടു കിടക്കുന്ന നിര തന്നെയാണോ, ക്യൂ തന്നെയാണോ ഉള്ളത്? തീർച്ചയായും കൊല്ലത്ത് പോളിംഗ് ശതമാനം ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം 6 മണി കഴിഞ്ഞെങ്കിൽ തന്നെയും ഇപ്പോൾ ടോക്കൺ സംവിധാനത്തിലൂടെ ആൾക്കാരെ ഇപ്പോഴും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനത്തിലാണ് എത്തുന്നത്. കൊല്ലത്ത് അഞ്ചാലമ്മൂടാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുന്നത്. കാരണം അവിടെ ഇപ്പോഴും വലിയ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. അവർക്ക് ടോക്കൺ സംവിധാനത്തിലൂടെ വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീജനങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ ഉള്ളത്. നല്ല ഒരു പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ എഴുകോണ് എടുത്തു പറയാനുള്ളത്, എഴുകോൺ ഒരാൾ സ്ത്രീ വേഷധാരിയായിട്ട് എത്തുകയും വോട്ട് ചെയ്യുകയും ചെയ്തു. അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായ ഒരു മികവെന്ന് തന്നെ പറയാം. കാരണം ലിംഗം സ്ത്രീ ആയിട്ടാണ് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ. അങ്ങനെയാണ് സ്ത്രീ വേഷധാരിയായിട്ട് ഒരു പ്രതിഷേധാർഹം എന്നോണമായിരുന്നു അദ്ദേഹം. രാജേന്ദ്ര പ്രസാദ് എന്നാണ് വോട്ടറുടെ പേര്. വോട്ടിടുകയും മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ വോട്ടിട്ട് പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് രാവിലെ വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റ് ആവുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹാരത്തിലേക്ക് എത്തി. അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട 20-ാം നമ്പർ ബൂത്തിൽ വോട്ടേഴ്സ് മെഷീൻ കംപ്ലൈന്റ് ആവും. അതുപോലെ തന്നെ അവിടെ മതിയായ വെളിച്ചക്കുറവ് ഇല്ലാത്തതുകൊണ്ട് അരമണിക്കൂറോളം വോട്ടിംഗ് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ പെട്ടെന്ന് പരിഹരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പിന്നെ വോട്ടിംഗ് വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എല്ലാവർക്കും സുഗമമായിട്ട്, അതായത് ഇന്ന് ജില്ലയിൽ വലിയ ചൂടായിരുന്നു അനുഭവപ്പെട്ടത്. ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ട് തന്നെ വോട്ടർമാർ ബൂത്തിലേക്ക് എത്തുന്ന വലിയൊരു സാഹചര്യമായിരുന്നു നമ്മൾ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അതിശക്തമായ ഒരു പോളിംഗിലേക്കാണ് എത്തുന്നത്.